ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടി ആ കിഴങ്ങൻ ചെക്കൻ്റെ ഞാൻ അന്നേ പറഞ്ഞതാ, ശാലിനി ആ കസേര വന്നിരുന്ന പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയല്ലോ നല്ല ബേഷായിട്ട്. ശാലിനി കളി തുടങ്ങി. ഈ അറസ്റ്റ് നമുക്കൂടിയുള്ള അവളുടെ മുന്നറിയിപ്പാ. പഞ്ചപുച്ചടക്കി എനിക്കൊന്നും അറിയില്ലേ രാമനാരായണെന്നും പറഞ്ഞ് നിന്ന തൽക്കാലം കൂട്ടുപ്രതി ആവാതെ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തി അടങ്ങൂന്ന് പറഞ്ഞ് ജീപ്പിന് മുന്നിൽ വട്ടം കിടക്കാനാണ് പ്ലാനെങ്കിൽ എനിക്ക് എന്റെ യൂണിഫോമിന്റെ പവർ കാണിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് ചന്ദ്രബോസിന് തീരുമാനിക്കാം. ഓക്കെ മേഡം, ഞാൻ ഓക്കെ. പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആണല്ലോ? ആയി മേഡം. ആ എങ്കിൽ ഞാനും ഓക്കെ. അപ്പോ എനിക്കിവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമല്ലോ? തീർച്ചയായിട്ടും കൊണ്ടുപോകാം മേഡം. ഇവനെ വലിച്ചു കേട്ടോടോ ജീപ്പിലേക്ക്. യെസ് മാഡം. ഭാവിയിലെ കേരള ബിവറേജസിനെ സഹായിക്കേണ്ട ആളാ. നടക്ക്. ചിറ്റപ്പാ, ഇതിനെ എങ്ങനെയൊന്ന് അവസാനിപ്പിക്ക? എടി നീ ആ പെണ്ണുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഞാൻ നോട്ടപ്പുള്ളിയാണെന്ന്. എടി ആ കിഴങ്ങൻ ചെക്കൻ്റെ ഞാൻ അന്നേ പറഞ്ഞതാ, ശാലിനി ആ കസേര വന്നിരുന്ന പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. ഇപ്പൊ കിട്ടിയല്ലോ നല്ല ബേഷായിട്ട്. ശാലിനി കളി തുടങ്ങി. ഈ അറസ്റ്റ് നമുക്കൂടിയുള്ള അവളുടെ മുന്നറിയിപ്പാ. ഒരുങ്ങിയിരുന്നോ, അടുത്ത വണ്ടിക്ക് പോവാന്നുള്ള മുന്നറിയിപ്പ്. ആ ഇക്കക്ക, ആ അത് ശരി. കെട്ടിക്കാൻ പ്രായമായ ഒരു പെണ്ണുണ്ടായിട്ടും എന്റെ ഇക്കാക്ക തന്നെ ചായ ഇട്ട് കുടിക്കണം അല്ലേ? ആ ഇങ്ങോട്ട് തന്നെ, ഞാൻ ചായ എടുക്കാം. എന്തിയെ നൂർജഹാൻ, അവൾ എങ്ങോട്ട് പോയി? അവൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നിൽക്കുന്ന നിപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിക്കളയും. അല്ല, എവിടേക്ക് പോയാലും ഒരു ചായ ഇട്ട് തന്നിട്ട് പോവാൻ പറഞ്ഞൂടെ? നീ ഒറ്റയ്ക്കാ വന്നത്? അല്ല, നസീറും ഉണ്ട്. എന്നിട്ട് അവനെന്തേ? അവളെ തപ്പി നടക്കുന്നുണ്ടാവും. മാമാ, ആ ദേ എത്തി. മാമാ നൂർജഹാനോടെ ഈ വീട്ടിൽ നിൽക്കാതെ അവൾ എങ്ങോട്ടായി ഓടുന്നത്? അല്ല, ഇക്ക എന്തോ ഒന്നും മിണ്ടാത്തെ? ഇക്കയോട് പറയാതാണ് അവളിങ്ങനെ ഇറങ്ങി നടക്കുന്നേ. ചിലപ്പോ അവളെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയി കാണും. നമ്മുടെ വാടകക്കാരുമായിട്ട് അവള് നല്ല ചങ്ങാത്തത്തിലാ. അവിടെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ യൂണിറ്റ് ഉണ്ട്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ആ വീട്ടിലേക്ക് അവൾ വിടരുന്ന് മാമായോട് എത്ര വർഷം പറഞ്ഞതാ ഞാൻ? എടാ നസീറേ, അതിന് അവള് പോകുന്നതിന്റെ പിന്നാലെയൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ ഉമ്മ, അവള് ഏത് സമയവും ആ വീട്ടിലാ. ആ വീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാവനെ. എന്നിട്ടും അവനുള്ള ആ വീട്ടിലേക്ക് അവളെ വിടുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയണം. ഇക്ക, ഇവൻ പറയുന്നതിലും കാര്യമില്ലേ? ഇവന് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണ അവള്. അവൻ
അവൻ ഇഷ്ടമില്ലാത്തടത്ത് അവൻ പോവണ്ടെന്ന് പറഞ്ഞ അവള് പോവരുത്. അത് പറഞ്ഞു നിർത്തേണ്ട കടമ ഇക്കായ്ക്ക. സുബൈദ, ഇനി കൂടി വന്നാ 1 മാസമേ അവൾ ഇങ്ങനെ കളിച്ചും തുള്ളിയും നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അവള് പഠിക്കാനായിട്ട് പോവില്ലേ? ഇപ്പൊ എൻട്രൻസ് കൂടി കിട്ടിയ സ്ഥിതിക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടാനും ചാൻസ് ഉണ്ട്. അല്ല ഇക്ക, നൂറിനെ പഠിപ്പിക്കാനാണോ പോകുന്നേ? അപ്പൊ ഇവരുടെ കല്യാണം എന്ന് നടത്താന്ന് ഇക്ക പറയുന്നേ? അവൾക്കിപ്പോ പഠിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. പഠിത്തം നടക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി. ഇതുവരെ മാമ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിപ്പോ ഈ മനമാറ്റത്തിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. ആ വാടക വീട്ടുകാർ മാമാനെ പറഞ്ഞ് തിരിപ്പിച്ചതാ. നസീറേ, ഇത് നൂർജഹാന്റെ നിർബന്ധമാ. ഇപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതും അവളാ. ഉമ്മ, ഈ മാമ വീണെടുത്തിടന്ന് ഉരുണ്ട് കളിക്കാണേ. ആ വാടക വീട് എന്റെ ഉപ്പുപ്പാന്റെ വീടാ. എനിക്കൂടി അവകാശമുള്ള വീടാ. അവരെ അവിടെ നിന്ന് മാമ ഒഴിവാക്കോ അതോ ഞാൻ ഒഴിവാക്കണോ? എന്തിനേക്ക ഈ പൊല്ലാപ്പൊക്കെ വലിച്ചു വെക്കുന്നേ? ആ വാടക കിട്ടിയിട്ട് വേണോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്? നമുക്ക് പറ്റുന്ന ആൾക്കാരല്ലെങ്കിൽ അവരെ അങ്ങ് ഒഴിവാക്കി വിട്. ആ, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ദേ, നസീർ ഇക്കാന്റെ പെങ്ങളുടെ മകൻ മാത്രമല്ല, ഇക്കാടെ മോളെ കെട്ടാൻ പോകുന്ന പുയ്യാപ്പിള കൂടിയാ. അപ്പോ അവൻ പറയുന്നത് ഇക്കാക്ക കേക്കണം. അവൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഇക്കാക്കെ നൂർജഹാനും ചെയ്യുകയും ചെയ്യരുത്. ആ, അവരോട് വീട് ഒഴിയുന്ന കാര്യമൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ ആയിട്ടൊന്നും പറയാൻ പോരുന്നു. അങ്ങനെ പോയാ എനിക്ക് അതിന്റെ നാണക്കേട്. ഹെ, എനിക്ക് വാ കൊണ്ട് മര്യാദയുടെ ഭാഷയൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. ഇനി മാമ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് നല്ല വെടുപ്പായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും. എന്തിനേക്ക ഇക്കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ വഴക്കിടുന്നത്? വാടകക്കാരെ അങ്ങ് ഒഴിവാക്കിയ അതല്ലേ നല്ലത്? ആ കുറുപ്പ് സാറ്. ആ കുറുപ്പ് സാറേ, ഇരിക്കണം. ശാന്ത വരാത്ത സ്ഥിതിക്ക് കടയിലേക്ക് മറ്റൊരാളെ വെക്കാൻ പാടില്ലായിരുന്നോ ശാരദാമ്മേ? എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കടകാലിട്ടടിക്കുന്നത്? ഒരു കൈസഹായത്തിന് ആളുണ്ടായ ജോലി എളുപ്പമാകുക മാത്രമല്ല, മാനസിക പിരിമുറുക്കവും മാറിക്കിട്ടും. ഇടയ്ക്കൊന്ന് നടു നിവർത്തണമെങ്കിൽ സമയം കിട്ടുമല്ലോ. രാജി വരുന്നതാ കുറുപ്പ് സാറേ. ഇന്നെന്തോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തോ എടുക്കണമെന്നും പറഞ്ഞു പോയതാ. ഏതോ ബാങ്കിൽ കൊടുക്കാനാ. ആരൊക്കെ ഉണ്ടെങ്കിലും ശാന്തയ്ക്ക് പകരാവില്ല കേട്ടോ. ശാന്ത ശാരദാമ്മയുടെ റൈറ്റ് ഹാൻഡ് തന്നെ ആയിരുന്നു. ആ വരട്ടെ, ആ റൈറ്റ് ഹാൻഡിനെ തന്നെ നമുക്ക് തിരിച്ചെത്തിക്കാം. പിന്നെ ഊണ് സമയമാവുമ്പോ മക്കളാരെങ്കിലും കൈസഹായത്തിന് വരും. ഞാനേ 1-2 പേരെ കാണാനായിട്ട് ഇറങ്ങിയതാ. വെയിലിന്റെ ചൂടുകൊണ്ട് ഒരു അല്പനേരം ഇരുന്നിട്ട് പോകാന്ന് കരുതി. സാറിന് ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട. ആ,